ഹായ് വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് 888 റൂളിനെ കുറിച്ചാണ്. അത് നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റിനെ കുറിച്ചാണ്. സോ വീഡിയോയിലേക്ക് കിടക്കാം. നിങ്ങൾ ഈ ചിത്രം കണ്ടില്ലേ? ഒരേ സമയം മൾട്ടി ടാസ്ക് ചെയ്യുന്ന അമ്മമാരില്ലേ നമ്മളൊക്കെ? ചിലപ്പോഴൊക്കെ എടുത്തെറിഞ്ഞ് നിന്നൊക്കെ എസ്കേപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ ഓടിപ്പോകാൻ തോന്നാറില്ലേ? പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതെല്ലാം നമ്മുടെ റെസ്പോൺസിബിലിറ്റീസാണ്. അത് സ്ത്രീ ആയാലും പുരുഷനായാലും. അപ്പോൾ ഇതിന്നൊക്കെ എസ്കേപ്പ് ചെയ്യാൻ നോക്കാതെ, തളരാൻ തയ്യാറാവാതെ, ഇതിനെയൊക്കെ അതായത് നമ്മുടെ ലൈഫിനെ ഒന്ന് അറേഞ്ച് ചെയ്ത് നോക്കിയാലോ? വാ, ഞാൻ നിങ്ങളെ സഹായിക്കാം. നമ്മുടെ ഈ ലൈഫിനെ നമുക്കൊന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം 888 hours എന്ന മെത്തേഡിലൂടെ. അതായത് നമുക്ക് കിട്ടുന്ന 24 hours, അതായത് ദൈവം തന്ന സമയം എന്ന അനുഗ്രഹത്തെ നമ്മൾ 3 ഭാഗങ്ങളാക്കി മാറ്റുന്നു. അതായത് അതാണ് ആ മെത്തേഡ്. അതിൽ ഫസ്റ്റ് 8 hours നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നു. അതായത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാകും. അത് നമ്മൾ ഫസ്റ്റത്തെ 8 മണിക്കൂർ നമ്മളെ സിൻസിയറായിട്ട് നമ്മളെ ഹാർഡ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു. രണ്ടാമത്തെ 8 hours നമ്മൾ സ്വസ്ഥമായിട്ട് നല്ല ക്വാളിറ്റി സ്ലീപ്പിനായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. ഉറക്കിൻ്റെ ഗുണത്തിനെ പറ്റി ശരിയായ രീതിയിൽ ഉറങ്ങിയിട്ടില്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന പ്രോബ്ലത്തിനെ പറ്റി പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പോൾ ചെറിയ കുട്ടികളുള്ള അമ്മമാർക്കൊക്കെ ആണെങ്കിൽ അവരുടെ ഉറക്കം കൃത്യമായിരിക്കില്ല. ബട്ട് സമയം കിട്ടുന്ന സമയത്ത് അതിനനുസരിച്ച് അത് പ്രയോജനപ്പെടുത്തുക. ഉറക്കം ക്രമീകരിക്കുക. ഇത് ഞാൻ പറയാൻ കാരണം, എനിക്കും 1 വയസ്സായ ഒരു കുട്ടിയുണ്ട്. എൻ്റെ ഉറക്കവും കൃത്യമല്ല, ബട്ട് കിട്ടുന്ന സമയം പ്രയോജനപ്പെടുത്തുക. അതല്ലേ നമുക്ക് ചെയ്യാൻ പറ്റൂ. സോ രണ്ടാമത്തെ 8 hours നമ്മൾ ഉറക്കിന് വേണ്ടി ഉപയോഗിക്കുക. ഇനി മൂന്നാമത്തെ 8 hours, 8 മണിക്കൂർ നമ്മൾ 3 ഭാഗങ്ങളായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അത് ഒന്ന്, ഫാമിലി, ഫ്രണ്ട്സ്, ഫെയ്ത്ത്. ജീവിതത്തിൽ കുടുംബത്തിൻ്റെ പ്രാധാന്യത്തെ പറ്റി ഞാൻ പറയേണ്ടതില്ലല്ലോ. കുടുംബമാണ് ജീവിതത്തിലെ നെടുന്തൂൺ. നമ്മൾ മറ്റുള്ള കാര്യങ്ങൾ ചിന്തിച്ച് കാട് കയറി സ്വന്തം കുടുംബം ഇല്ലാതാക്കാതിരിക്കുക. അവർക്ക് വേണ്ട സമയം കൊടുക്കുക. പിന്നെ ഫ്രണ്ട്സ്. കുടുംബം പോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളുകളാണ് നമ്മുടെ ഫ്രണ്ട്സ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് അവരുമായിട്ട് കീപ്പ് ചെയ്യുക. സന്തോഷത്തോടെ അവരോട് സംസാരിക്കാൻ സമയം കണ്ടെത്തുക. പിന്നെ ലാസ്റ്റാണ് ഫെയ്ത്ത്, ഭക്തി, വിശ്വാസം. നന്നായിട്ട് പ്രാർത്ഥിക്കുക. നല്ല പോസിറ്റീവ് മൈൻഡ് ഉണ്ടാക്കിയെടുക്കുക. പോസിറ്റീവ് മൈൻഡോട് കൂടി ജീവിക്കുക. അവസാനത്തെ 8 hours നമ്മൾ 8 മണിക്കൂർ നമ്മൾ 3 ഘട്ടങ്ങളായിട്ട് മാറ്റിയിട്ടുണ്ടല്ലോ. അതിലുള്ള അടുത്തതാണ് ഹെൽത്ത്, ഹോബി, ഹൈജീൻ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അടുത്തത് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ എത്ര പണം ഉണ്ടായിട്ടും കാര്യമുള്ളൂ. അത് മെൻ്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നല്ലൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ കീപ്പ് ചെയ്യുക. അടുത്തത് ഹൈജീൻ, വൃത്തി. നമ്മളും നമ്മുടെ ചുറ്റും ഹൈജീനിക് ആയിരിക്കണം. ബിക്കോസ് വൃത്തിയില്ലാത്ത അവസ്ഥയാണ് ഒട്ടുമിക്ക ഹെൽത്ത് ഇഷ്യൂസും ഉടലെടുക്കുന്നത്. നെക്സ്റ്റ്, ഹോബി. നമുക്കെല്ലാവർക്കും ഓരോ ഹോബികൾ ഉണ്ടാവും അല്ലേ? പെയിൻറ്റിങ്, ഡാൻസിങ്, ജേർണലിങ്, അങ്ങനെ ഒരുപാടുണ്ടാവും. നമുക്കിഷ്ടമുള്ളൊരു ഹോബി ദിവസം ചെയ്യുക. അപ്പോൾ നമ്മുടെ മനസ്സ് ഒരുപാട് സന്തോഷം ഉണ്ടാവും. നമുക്ക് വേണ്ടി ജീവിക്കുന്നു എന്നുള്ള തോന്നലുണ്ടാവും. ഇനി അവസാനത്തെ ഭാഗം സോൾ, സർവീസ്, സ്മൈൽ. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. അതിലാദ്യത്തത് സോൾ, ആത്മാവ്. നമ്മൾ ആത്മാവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുക. മെഡിറ്റേഷൻ പോലെ, അല്ലെങ്കിൽ ഒരു ഡിസ്ട്രാക്ഷനും ഇല്ലാതെ ഒരു 10 മിനിറ്റ് സൈലൻ്റ് ആയിട്ടിരിക്കുകയെങ്കിലും ചെയ്യുക. അത് നമ്മുടെ ആത്മാവിന് വേണ്ടി ചെയ്യേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ കുറച്ച് നേരം സൈലൻ്റ് ആയിട്ട് ഇരിക്കുക എന്ന് പറയുന്നത്. അടുത്തതെന്ന് പറഞ്ഞാൽ സർവീസ്. ഒരു ദിവസം ഒരാളെയെങ്കിലും സഹായിക്കാം. അത് നമുക്കൊരു മനസ്സമാധാനം തരും, സന്തോഷം നൽകും. മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ആനന്ദമുണ്ട്. അതൊരിക്കലും നമുക്ക് വാക്കുകൾ കൊണ്ട് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കില്ല. അടുത്തത് സ്മൈൽ. നമ്മൾ മറ്റൊരാൾക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് ഒരു പുഞ്ചിരി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഒരു പുഞ്ചിരി പോലും സ്വതക്കയാണ്, അതായത് ദാനമാണെന്ന്. അതുകൊണ്ട് പുഞ്ചിരിക്കുക. ലൈഫ് എൻജോയ് ചെയ്യുക. ഈ ഒരു ജീവിതം മനോഹരമാക്കാനുള്ളതാണ്, അല്ലാതെ ടെൻഷൻ അടിച്ച് വികൃതമാക്കാനുള്ളതല്ല. ഇതൊക്കെ പറഞ്ഞ് നിങ്ങളെ ഞാൻ ബോറടിപ്പിച്ചോ എന്ന് എനിക്കറിയില്ല. എന്നാലും ആർക്കെങ്കിലും ഉപകാരപ്പെടുന്ന വിശ്വാസത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഹാപ്പി ലൈഫ്, സ്റ്റേ ബ്ലെസ്ഡ്. താങ്ക്സ് ഫോർ വാച്ചിങ്.